നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ വരരുചിയുടെ ആ 12 മക്കളിൽ 2 മഹാന്മാരുടെ കഥ പറഞ്ഞു കഴിഞ്ഞു. ആ ചരിത്ര മഹാന്മാരുടെ കഥയിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന മഹാന്റെ കഥയുടെ പേരാണ് അകവൂർ ചാത്തൻ. അകവൂർ ചാത്തനും ഇതുപോലെ തന്നെ ഒരു ദിവ്യനായിരുന്നു. അദ്ദേഹം അകവൂർ നമ്പൂരിപ്പാട്ടിലെ ഭൃത്യനായി ആ മനക്കലാണ് സ്ഥിരമായിട്ട് അങ്ങോട്ട് താമസിച്ചിരുന്നത്. അന്നത്തെ അച്ഛൻ നമ്പൂരിപ്പാട്ടിലേക്ക് അനർഹയായിട്ടുള്ള ഒരു സ്ത്രീയിൽ മനസ്സ് അങ്ങോട്ട് തോന്നി. അങ്ങനെ ആ അച്ഛൻ നമ്പൂരിയുടെ മനസ്സ് അനർഹയായ ഒരു സ്ത്രീയിൽ താല്പര്യാർത്ഥം വന്നപ്പോ അത് ശരിയല്ല, അത് തെറ്റായൊരു വഴിയാണ് എന്ന് അച്ഛൻ നമ്പൂരിക്ക് മനസ്സിലായപ്പോ അദ്ദേഹം ഉടനെ തന്നെ അതിനെ പ്രായശ്ചിത്തായിട്ട് ഗംഗാസ്നാനം ചെയ്യണമെന്ന് അങ്ങോട്ട് തീർച്ചയാക്കി. ഉടനെ ഗംഗാസ്നാനത്തിനു വേണ്ടി നമ്പൂരിപ്പാട്ടിന്ന് പോയപ്പോ കൂടെ ഭൃത്യനായ ചാത്തനെയും കൊണ്ടുപോയി. ചാത്തൻ അദ്ദേഹത്തിന്റെ കൂടെ പോയപ്പോ ഒരു ചുരക്കയും എടുത്തുകൊണ്ടായിരുന്നു പോയത്. നമ്പൂരിപ്പാട്ടിന്ന് സ്നാനം കഴിച്ച ആ പുണ്യതീർത്ഥങ്ങളിലെല്ലാം ചാത്തൻ ഈ ചുരക്കയും മുക്കി. പക്ഷേ ചാത്തൻ അവിടെ ഒന്നും സ്നാനം കഴിച്ചൂല്ല. അങ്ങനെ പുണ്യതീർത്ഥങ്ങളെല്ലാം കഴിച്ച് ഗംഗാസ്നാനവും കഴിച്ച് നമ്പൂരിപ്പാട്ടിന്ന് തിരികെ സ്വന്തം ഇല്ലത്ത് എത്തി. അതിനുശേഷം കാലഭൈരവ പ്രീതിയും മറ്റും കെങ്കേമായിട്ട് അങ്ങോട്ട് കഴിച്ച് പാപമോചനം വന്നു എന്ന് വിചാരിച്ച് സുഖമായിട്ട് അങ്ങോട്ട് ഇരിപ്പുമായി. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ചാത്തൻ ഈ പുണ്യതീർത്ഥങ്ങളിലെല്ലാം മുക്കിയ ആ ചുരക്ക ഇല്ലത്തുള്ള ആ അന്തർജനത്തിന് കറിക്ക് വേണ്ടി അങ്ങോട്ട് നുറുക്കി കൊടുത്തു. അതൊരു കയ്പൻ ചുരക്കയായിരുന്നത് കൊണ്ട് കൂട്ടാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ആ കൂട്ടാൻ കയ്പ് കൊണ്ട് അങ്ങോട്ട് കൂട്ടാൻ പറ്റാണ്ടായി. കൂട്ടാൻ വായിൽ വെക്കാൻ പറ്റാണ്ടായിപ്പോ നമ്പൂരിപ്പാട്ടിന്ന് അന്തർജനത്തിനോട് അങ്ങോട്ട് ദേഷ്യപ്പെട്ടു. ഉടനെ അന്തർജനം ഭയന്ന് വിറച്ച് നമ്പൂരിപ്പാടിനോട് പറഞ്ഞു, അത് ചാത്തൻ നുറുക്കി തന്നതാണ് ഞാൻ വച്ചത്. കഷ്ണം എന്താണെന്ന് ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. ആ കഷ്ണത്തിന്റെ കയ്പായിരിക്കണം, അല്ലാതെ വേറൊന്നുമല്ല എന്ന് അന്തർജനം പറഞ്ഞു. ഉടനെ നമ്പൂരിപ്പാട് അല്പം കട്ടത്തൈരും കടുമാങ്ങി ഒക്കെ കൂട്ടി കേമായിട്ട് ഊണ് കഴിച്ച് പുറത്തേക്ക് വന്ന ഉടനെ ചാത്തനെ വിളിച്ച്, ഹേയ്, നീയ് ഇന്ന് കൂട്ടാന് നുറുക്കി കൊടുത്ത കഷ്ണം എന്താ? അത് കച്ചട്ട് വായിൽ വെക്കാൻ പറ്റണില്ലല്ലോ എന്ന് ചോദിച്ചു. ഹേയ്, അത് കൂട്ടാൻ പറ്റണില്ലേ തമ്പുരാനെ? അതിന് കയ്പുണ്ടോ? ആഹാ, അപ്പൊ ഒരു കാര്യമുണ്ട് തമ്പുരാനെ. കൂട്ടാന്റെ കഷ്ണം കക്കുണ്ടെങ്കി തമ്പുരാന്റെ പാപവും തീർന്നിട്ടില്ല. തമ്പുരാൻ സ്നാനം കഴിച്ച പുണ്യതീർത്ഥങ്ങളിലെല്ലാം അടിയൻ ആ കയ്പൻ ചുരക്കയും മുക്കിയതാണല്ലോ. ആ ചുരക്കയാണ് ഇന്ന് കൂട്ടാന് ഞാൻ നുറുക്കി കൊടുത്തത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ചാത്തൻ തന്നെ പരിഹസിക്കാനായിട്ടാണ് ചുരക്ക മുക്കിക്കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കിയ നമ്പൂരിപ്പാട്ടിലെ കോപം എല്ലാം അശേഷം അങ്ങോട്ട് പോയി. എന്ന് മാത്രല്ല, വളരെ ലജ്ജയുമുണ്ടായി. അത് കൂടാണ്ട് നമ്പൂരിപ്പാട് ഒന്ന് ഇരുന്ന് ചിന്തിച്ചപ്പോ തന്റെ പാപം തീർന്നിട്ടില്ലെന്ന് സ്വയമേവ നമ്പൂരിപ്പാട്ടിന്ന് അങ്ങോട്ട് മനസ്സിലാവുകയും ചെയ്തു. ഉടനെ നമ്പൂരിപ്പാട്ടിന്ന് ചാത്തനോട് ചോദിച്ചു, ഹേ ചാത്താ, ഇനി ഈ പാപം തീരാൻ നോം എന്തു വേണമെന്ന് നീ തന്നെ പറഞ്ഞു തരണം എന്ന് നമ്പൂരിപ്പാട്ടിന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ചാത്തൻ പറഞ്ഞു, തിരുമേനി ഏതൊരു സാധനത്തെയാണോ ആഗ്രഹിച്ചത് അതിന്റെ പ്രതിമ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിച്ച് അത് തീയിലിട്ട് നല്ലതുപോലെ പഴുപ്പിച്ചെടുത്ത് നാട്ടിൽ അനേകം ജനങ്ങൾ കൂടി നിൽക്കുമ്പോ ഇന്ന സംഗതിയുടെ പാപം തീരാനാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് ഉറക്കെ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അതിനെ ആലിംഗനം ചെയ്യണം, അല്ലാതെ ഈ പാപം ഒരിക്കലും തീരുന്നതല്ല എന്ന് പറഞ്ഞു. നമ്പൂരിപ്പാട്ടിന്ന് ഇത് കേട്ടപ്പോ അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അങ്ങോട്ട് തീർച്ചപ്പെടുത്തി. പിന്നെ അധികം വൈകാണ്ട് ഇരുമ്പ് കൊണ്ട് ഒരാളോളം വലിപ്പത്തില് ഒരു സ്ത്രീ പ്രതിമ ഉണ്ടാക്കിച്ചു. എന്ന് മാത്രല്ല, ഈ പ്രതിവിധി ഇന്ന ദിവസം ചെയ്യാമെന്ന് നിശ്ചയിച്ച് ആ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു പരസ്യവും അങ്ങോട്ട് പ്രസിദ്ധപ്പെടുത്തി.
അങ്ങനെ ഈ പ്രായശ്ചിത്തം ചെയ്യുന്ന ദിവസം സമയമായപ്പോഴേക്കും അവിടെ അസംഖ്യം ജനങ്ങള് അങ്ങോട്ട് വന്നുകൂടി. ആ സമയത്ത് പ്രതിമയും പഴുപ്പിച്ച് വലിയ കൊടിലുകൾ കൊണ്ടും മറ്റും പിടിച്ച് ആ സ്ത്രീ പ്രതിമ സഭയിൽ അങ്ങോട്ട് നാട്ടിവച്ചു. ഉടനെ തന്നെ നമ്പൂരിപ്പാട്ടിന്ന് തനിക്ക് പാപം സംഭവിക്കാനുള്ള കാരണവും ഇത് അതിന്റെ പരിഹാരമാണെന്നും ഒക്കെ ഉറക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് തീക്കട്ട പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിമയെ കെട്ടിപ്പിടിക്കാനായി നമ്പൂരിപ്പാട് അങ്ങോട്ട് ഓടിച്ചെന്നു. തൊട്ടില്ല എന്നായപ്പോ അടുത്തു നിന്നിരുന്ന ചാത്തൻ നമ്പൂരിപ്പാടിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, മതി, ഇത്രയും മതി തമ്പുരാനെ. ഇപ്പോ അവിടത്തെ പാപെല്ലാം തീർന്നിരിക്കണു. 4 പേരുടെ മുമ്പില് അങ്ങ് ചെയ്ത പാപം എന്താണെന്ന് തുറന്നങ്ങട് വിളിച്ചു പറഞ്ഞില്ലേ? പാപമോചനത്തിന് പശ്ചാത്താപവും മനഃശുദ്ധിയുമാണ് വേണ്ടത് എന്ന് മാത്രല്ല, ഈ കൂടി നിൽക്കുന്നതിൽ കുറെ പേരെങ്കിലും അങ്ങേ പരിഹസിച്ചിട്ടുണ്ടാവാം. അപ്പോ അങ്ങയുടെ പാപം ഇനി ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അത് അവരിലേക്കും പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ അകവൂർ ചാത്തൻ പറയണു, അങ്ങയ്ക്ക് പൂർണ്ണ പാപമോചനായി. ഇനി അങ്ങ് ആവശ്യമില്ലാണ്ട് ചുട്ടുപഴുത്തിരിക്കണ ഈ പ്രതിമയൊന്നും കെട്ടിപ്പിടിക്കണ്ട എന്ന ചാത്തൻ പറഞ്ഞു. ചാത്തന്റെ ഈ വാക്കുകൾ കേട്ടപ്പോ അവിടെ കൂടിയിരുന്ന സകല ജനങ്ങളും ഐക്യകണ്ഠേന ചാത്തൻ പറഞ്ഞത് വളരെ ശരിയാണെന്ന് അങ്ങോട്ട് സമ്മതിക്കുകയും ചെയ്തു. ഉടനെ ചാത്തൻ നമ്പൂരിപ്പാടിനോട് പറഞ്ഞു, ഇതാണ് യഥാർത്ഥ പാപമുക്തി. അല്ലാതെ ഗംഗാസ്നാനം മുതലായവ ചെയ്താൽ പാപമുക്തിയാവില്ല എന്ന് അങ്ങ് ഉറപ്പിച്ചോളുക എന്ന് ചാത്തൻ പറയുകയും ചെയ്തു. ഈ കഥ കൂടാണ്ട് ഒരിക്കൽ നമ്പൂരിപ്പാട്ടിന്ന് പതിവായി 7.5 നാഴിക വെളുപ്പുള്ളപ്പോ കുളിച്ച് ഉച്ചയാവണ വരെ അദ്ദേഹത്തിന്റെ സന്ധ്യാവന്തനാദികളും തേവാരവും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഈ ചാത്തൻ നമ്പൂരിപ്പാടിനോട് ചോദിച്ചു, തമ്പുരാനെ, തേവാരം കഴിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ നമ്പൂരിപ്പാട് പറഞ്ഞു, ഹേയ്, ഞാൻ എന്റെ പരബ്രഹ്മത്തെ സേവിക്കുക എന്ന് നമ്പൂരിപ്പാട് പറഞ്ഞു. അത് കേട്ടപ്പോ ചിരിച്ചുകൊണ്ട് ചാത്തൻ ചോദിച്ചു, അതെയോ, അപ്പോ ഈ പരബ്രഹ്മം എങ്ങനെ ഇരിക്കും തമ്പുരാനെ എന്ന് ചാത്തൻ ചോദിച്ചു. അത് കേട്ടപ്പോ ചാത്തന് വലിയ വിവരമൊന്നുമില്ലല്ലോ, എന്നാ ചാത്തനെ ഒന്നും അങ്ങോട്ട് കളിയാക്കാം എന്ന് വിചാരിച്ച് നമ്പൂരിപ്പാട്ടിന്ന് പരിഹാസമായിട്ട് ചാത്തനോട് പറഞ്ഞു, ഈ പരബ്രഹ്മം എന്ന് പറഞ്ഞാ അത് എന്താ ഇപ്പൊ നിന്നോട് പറയാ, നമ്മുടെ മാടൻ പോത്തിനെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞു. അത് ചാത്തൻ കേട്ടതിന് ശേഷം പിന്നീട് നമ്പൂരിപ്പാട്ടിന്ന് കുളിച്ചു കയറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാത്തനും കുളി പതിവാക്കി. എന്ന് മാത്രല്ല, ചാത്തൻ പരബ്രഹ്മത്തെ അങ്ങോട്ട് സേവിച്ചും തുടങ്ങി. അങ്ങനെ ഒരു 40 ദിവസം കഴിഞ്ഞപ്പോ ചാത്തന്റെ ധ്യാനപ്രകാരം മാടമ്പോത്തിന്റെ സ്വരൂപത്തിൽ പരബ്രഹ്മം അയാൾക്ക് പ്രത്യക്ഷായി. പിന്നീട് സദാസമയവും ആ പരബ്രഹ്മം ചാത്തന്റെ കൂടെ നടക്കുകയും അയാള് പറയുന്ന വേലകളൊക്കെ ചെയ്തും തുടങ്ങി. പക്ഷേ നമ്മുടെ നമ്പൂരിപ്പാട്ടിന്ന് ഈ വിവരമൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്പൂരിപ്പാടിന് ഈ മാടൻ പോത്ത് അപ്രത്യക്ഷമായിട്ടാണ് ഇരുന്നത്. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരിക്കൽ നമ്പൂരിപ്പാട്ടിന്ന് തെക്കേ ദിക്കിലേക്ക് ഒരു യാത്രയുണ്ടായി. ആ യാത്രയ്ക്ക് ഭാണ്ഡമെടുക്കുന്നതിന് ചാത്തനെയും കൊണ്ടുപോയി. ചാത്തൻ വേഗം ആ ഭാണ്ഡം മാടമ്പോത്തിന്റെ പുറത്ത് കെട്ടിയിട്ട് മാടമ്പോത്തിനെ കൊണ്ട് ചുമപ്പിച്ചുകൊണ്ട് നമ്പൂരിപ്പാടിന്റെ കൂടെ പോയി. അങ്ങനെ ഓച്ചിറപ്പട നിലം എന്ന പ്രസിദ്ധമായ സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ഒരു വിസ്താരം കുറഞ്ഞ ഒരു കവാടത്തിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. നമ്പൂരിപ്പാട്ടിന്ന് മുമ്പേ അങ്ങോട്ട് കടന്നു, പിന്നാലെ ചാത്തനും കടന്നു. പക്ഷേ മാടമ്പോത്തിന്റെ കൊമ്പുകള് അവിടെ തടഞ്ഞു നിന്നതുകൊണ്ട് അതിന് കടക്കാൻ പാടില്ലാതെ അവിടെ അങ്ങോട്ട് നിന്നു. അപ്പോ ആ സമയത്ത് ചാത്തൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഹേയ്, കൊമ്പ് കടത്താൻ പറ്റണില്ലെങ്കിൽ ആ കൊമ്പ് അങ്ങോട്ട് ചെരിച്ചു കടത്തൂ എന്ന് പറഞ്ഞു. നമ്പൂരിപ്പാട്ടിന്ന് ഇത് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ മാടമ്പോത്തിനെയൊന്നും നമ്പൂരിപ്പാടിന് കാണാൻ പറ്റാത്തത് കൊണ്ട് ചാത്തനോട് ചോദിച്ചു, ഹേയ്, നീ ആരോടാ ഈ വിഡ്ഢിത്തൊക്കെ പറയണത് എന്ന് ചോദിച്ചു. ഉടനെ ചാത്തൻ പറഞ്ഞു, തമ്പ്ര, അത് വേറെ ആരോടുമല്ല, നമ്മുടെ മാടമ്പോത്തിനോടാണ് എന്ന് പറഞ്ഞു. ഉടനെ നമ്പൂരിപ്പാട് ചോദിച്ചു, ഹേയ്, മാടമ്പോത്തോ? എവിടെ? ഏത് മാടമ്പോത്ത് എന്ന് ചോദിച്ചു.
ഉടനെ ചാത്തൻ പറഞ്ഞു, എന്റെ തമ്പ്ര, ഇത് കാണാൻ പറ്റണില്ലേ? ദേ ഇതാ ഇതാ നിൽക്കണു, അവിടുന്ന് കാണണില്ലേ? അവിടത്തെ കൽപ്പന പ്രകാരം അടിയൻ സേവിച്ച് പ്രത്യക്ഷമാക്കിയ മാടൻ പോത്താണിത് എന്ന് ചാത്തൻ പറഞ്ഞു. അവിടേക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റണില്ലെങ്കിൽ തമ്പുരാൻ എന്നെ ഒന്ന് തൊട്ട് അങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ട് നമ്പൂരിപ്പാട്ടിന്ന് ചാത്തനെ തൊട്ടും കൊണ്ട് നോക്കിയപ്പോ മാടൻ പോത്തിന്റെ ആകൃതിയില് പ്രത്യക്ഷമായിരിക്കുന്ന പരബ്രഹ്മത്തെ നമ്പൂരിപ്പാട് കണ്ടു. ഉടനെ നമ്പൂരിപ്പാട്ടിന്ന് ചാത്തനോട് പറഞ്ഞു, ചാത്ത, നീ എന്നേക്കാൾ ഭക്തിയുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ നിന്നെയും വന്ദിക്കണു എന്ന് പറഞ്ഞ് ചാത്തനെ അങ്ങോട്ട് നമസ്കരിച്ചു. ഉടനെ നമ്മുടെ മാടൻ പോത്ത് അവിടെ തന്നെ ഭൂമിയിൽ അങ്ങോട്ട് താണ് പോവുകയും ചെയ്തു. ആ അടിയന്റെ മാടൻ പോത്തില്ലാണ്ട് അടിയൻ ഇനി തമ്പുരാന്റെ കൂടെ വരണില്ല എന്ന് പറഞ്ഞ് ചാത്തനും അവിടെ ഇരിപ്പായി. വേഗം ചാത്തനോട് നമ്പൂരിപ്പാട് ചോദിച്ചു, അല്ല എനിക്കിനി എന്താണ് ഗതി എന്ന് നമ്പൂരിപ്പാട്ടി എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ചാത്തൻ പറഞ്ഞു, ഹേ, മേൽപോട്ട് കയറാൻ നൂലുണ്ടല്ലോ, അത് പിടിച്ച് അങ്ങോട്ട് കേറിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന്റെ സാരം വേദം കൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചു കൊള്ളണമെന്നാണ് ചാത്തൻ പറഞ്ഞത്. അത് മനസ്സിലാക്കിയ നമ്പൂരിപ്പാട്ടിന്ന് ചാത്തനെ വിട്ട് വിഷാദത്തോടുകൂടി അങ്ങോട്ട് പോവുകയും ചെയ്തു. ചാത്തൻ പിന്നെയും കുറഞ്ഞൊരു കാലം പരബ്രഹ്മത്തെയും ധ്യാനിച്ചുകൊണ്ട് അവിടെ അങ്ങോട്ട് ഇരുന്നു. ഒടുക്കം എല്ലാ ആണ്ടുതോറും പതിവുള്ള ഒരു പടയിൽ ചേർന്ന് ചാത്തൻ അങ്ങോട്ട് മരിച്ചു എന്ന് വെച്ചാൽ സായുജ്യം പ്രാപിച്ചു എന്ന് സാരം. ഇത്രയും പറഞ്ഞുകൊണ്ട് വരരുചിയുടെ മക്കളിൽ മഹാനായ ഈ അകവൂർ ചാത്തന്റെ കഥയും ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുന്നു. ഈ കഥയും എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്ത ദിവസം വരരുചിയുടെ മക്കളിൽ മറ്റൊരു മഹാന്റെ നല്ല ഒരു കഥയുമായി ഞാൻ എന്റെ കഥാപ്രേമികളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അകവൂർ ചാത്തന്റെ ഈ ചെറിയ ഒരു കഥ എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി, നമസ്കാരം.